ഒരു ആഫ്റ്റർനൂൺ സ്റ്റഡി സെഷനാണ്. സ്റ്റഡി സെഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു 3/4 മണിക്കൂറോളം പഠിക്കാൻ കിട്ടി. അതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങുന്ന ഒരു ഗ്യാപ്പിൽ പഠിക്കാനിരുന്നതാണ്. ഇതേപോലെ ഞാൻ രാവിലെയും പഠിക്കാനിരിക്കുന്നുണ്ട്. 4:30 എണീച്ച് ഏകദേശം ഒരു 4:45 കൂടി ഇരിക്കും. 4:45 ഒരു 5 മണിക്ക് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും ഇരിക്കും. 5 മണി എന്നല്ല, അതിന് മുമ്പെങ്കിലും ഇരിക്കും. അത് കഴിഞ്ഞൊരു 1.5 മണിക്കൂർ രാവിലെ മാക്സിമം ഞാൻ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതിനൊക്കെയുള്ളൊരു ചെറിയ പ്രോബ്ലം, എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. ഈ രാവിലെ എണീച്ച് പഠിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് കൺസിസ്റ്റൻസി എൻ്റെ ഒരു പ്രോബ്ലമാണ്. അതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ യൂട്യൂബ് ഷോർട്സായിട്ടൊക്കെ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇതേപോലെ ആഫ്റ്റർനൂൺ സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചാലഞ്ചിങ്. ബിക്കോസ് കുഞ്ഞ് ഉറങ്ങുമ്പം നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് കണ്ണടച്ച് കിടക്കാമെന്നൊക്കെ തോന്നും. പക്ഷെ ഉറങ്ങണ്ട, എണീക്കുക, പഠിക്കുക. ആ ഒരു മടി വരില്ലേ, നമ്മളെ മൈൻഡ്, നമ്മളെ ചെകുത്താൻ മൈൻഡ് വരില്ലേ, കിടന്നോ, കംഫർട്ടബിൾ ഒരു മൈൻഡ് വരും. നമ്മളെ മൈൻഡ് നമ്മളെ കംഫർട്ടാക്കാൻ നോക്കുന്നതാണ്. നീ കിടന്നു, എന്തിനാ പഠിക്കുന്നത്, നിനക്കിപ്പോൾ സൗകര്യങ്ങളില്ലേ. പക്ഷെ നാളെയും, ഇപ്പോഴും ഉണ്ട്, നാളെയും ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വരുന്നത് ഇതായിരിക്കും. നീ ഇത്ര പഠിച്ചിട്ട് എന്ത് കാര്യം, എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും പഠിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആളുകളെ മുമ്പിൽ, നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിൽ നമുക്കൊരു, അല്ലെങ്കിൽ വീട്ടിലോ ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമുക്കൊരു വില തരുന്നത് നമ്മളെ കയ്യിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ജോബ്, അല്ലെങ്കിൽ ഒരു ജോബ് നമ്മളെ കയ്യിൽ വേണം. അതുപോലെ എനിക്ക് പല അവസരങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അതിന് കാരണം ഞാൻ തന്നെയാണ്. ഞാൻ ഇരുന്ന് പഠിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ PSC എന്ന് പറഞ്ഞ് ഇറങ്ങിയാലും നമ്മൾ ഇരുന്ന് പഠിക്കണം. നമുക്ക് ആ ഒരു എന്താണെന്ന് പറയുക, നമുക്കതിനോടുള്ള ഒരു ജെന്യൂനിറ്റി വേണം. നമുക്കിത് ആവശ്യമുണ്ട്, നമ്മളതിനോട് പ്രാക്ടിക്കൽ റിയാലിറ്റിയിലോട് ഇറങ്ങിച്ചെന്ന് ഈ ഒരു കംഫർട്ടബിൾ ലൈഫ് ഒക്കെ വിട്ട് നമ്മളങ്ങ് ഹാർഡ് വർക്ക് ചെയ്യാനും, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ്. ഇതേപോലെ ഈ ആഫ്റ്റർനൂൺ നമുക്ക് കിട്ടുന്ന ഈ ഒരു ചെറിയ സമയത്ത് മാക്സിമം പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞ് എണീച്ചില്ലെങ്കിലും നമുക്ക് ചില പണികൾ ഉണ്ടാവുമല്ലോ, അതും കൂടി അങ്ങ് തീർത്ത് പിന്നെയും നമ്മൾ ഈ നോട്ട്സ് ഇപ്പോഴാണ് തയ്യാറാക്കുന്നത്. നോട്ട്സ് തയ്യാറാക്കുന്നതിനോട് കൂടി ഞാൻ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇനി കുഞ്ഞ് എണീച്ചാലും എനിക്ക് നോട്ട്സ് തുറന്ന് വെച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കാം. കാരണം ഞാനെന്ന് എഴുതിയ മൈ ഓൺ വേർഡ്സിൽ എഴുതിയ നോട്ട്സാണ്. അപ്പോൾ അതാ നോക്കിക്കോ, ഏകദേശം 4:30 ആകുമ്പോഴേക്കും ഞാൻ നിർത്തി. പക്ഷേ ഇതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ കുഞ്ഞുണ്ടാകുമ്പോൾ